മുട്ട ഞാൻ വിൽക്കലില്ല. 25-30 ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ ഇതുവരെ വിറ്റിട്ടില്ല. ശരി. അപ്പം അതിന്റെ ഇതിനകത്ത് എങ്ങനെ വരുമാനം വരുന്നപ്പോ? ഇത് ഇവരെന്നെ വിരിയിച്ചിട്ട് കുട്ടികളെ അടയിരുന്നിട്ട് വിരിയിച്ച് നമുക്ക് കുട്ടികളെ തരും. ഓ, എത്ര ദിവസം കുഞ്ഞുങ്ങളാ? എത്ര ദിവസം പ്രായം? ഞാൻ വിരിഞ്ഞ പിറ്റേ ദിവസം ആണെങ്കിൽ 100 രൂപ ഇട്ടു. ഓ ശരി. ഒരാഴ്ച കഴിഞ്ഞാൽ 150. ഓ ശരി. വരുമാനം അപ്പൊ നല്ല ഇത്. ഇവര് നമ്മൾ എന്താ പറയാ, അങ്ങനെ അസുഖം വരുമൊന്നുമില്ല. നമ്മള് കോഴികൾക്ക് മാതിരി അസുഖങ്ങളൊന്നും വരൂല. നമ്മളിങ്ങനെ നോക്കണം. പ്രത്യേകിച്ച് ഇവർക്ക് വെള്ളം തീറ്റ ശരിക്കും കൊടുത്താൽ മതി. പിന്നെ മറ്റേ താറാവുകളെ അപേക്ഷിച്ചിട്ട് ഇവർക്ക് ശബ്ദം കുറവാ. ശല്യമില്ല. ഇവര് ശബ്ദം ഉണ്ടാക്കൂല. ഫ്ലൈൻ ഡക്കിനെ എത്ര നാളുകൊണ്ട് വളർത്തുന്നുണ്ട്? ഫ്ലൈൻ ഡക്കും ഞാൻ ഒരു 10 കൊല്ലം കഴിഞ്ഞു. 10 കൊല്ലം. നമുക്ക് എത്ര ഉണ്ട് ഫ്ലൈൻ ഡക്ക് ഇവിടെ? ഫ്ലൈൻ ഡക്ക് ഇപ്പൊ വലിയ വേറെ സ്റ്റോക്ക് ഒരു 35 എട്ടുണ്ട്. അതിന്റെ ഉള്ളിലൊക്കെ ഉണ്ട്. ശരി. പിന്നെ കുഞ്ഞുങ്ങളാണ് കൊടുക്കും. ഇപ്പൊ എന്റെ അടുത്ത് 60ഓളം കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തൊരു 16 കുഞ്ഞഞ്ഞു ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ കൊടുത്തു. ഈ ഫ്ലൈൻ ഡക്കിന് മുട്ട കോഴിമുട്ട വലിപ്പമുണ്ടോ? വലിപ്പം ഉണ്ടാവും അല്ലേ? ഇതിന് മുട്ട കഴിക്കാൻ അങ്ങനെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടോ? ഫ്ലൈൻ ഡക്കിന് കഴിക്കാൻ ഞാൻ നമ്മള് കൊടുക്കലില്ല. എന്താ നല്ലതല്ല നമ്മ കുഞ്ഞുങ്ങൾക്കും. അതിന് വെച്ച് ആരെങ്കിലും രോഗമുള്ളവരൊക്കെ വന്ന് കണ്ട് ചോദിച്ചാണെങ്കിൽ അപ്പൊ അവർക്ക് കൊടുക്കുമല്ലേ? അല്ലാതെ ഫ്ലൈൻ ഡക്കിന് മുട്ട അങ്ങനെ കൊടുക്കാറില്ല. നമ്മളെ കുട്ടികൾക്ക് പുഴുങ്ങി കൊടുക്കുക. ശരി. അങ്ങനെയൊക്കെ ചെയ്യും ഞാൻ. ഓക്കെ. അത് ഏത് കളറാണ് മുട്ട? തവിട്ടാണോ അതോ വൈറ്റ് ആണോ? വെള്ള കളറാണോ? തനി വൈറ്റ് ആണ്. ചിലപ്പം അവരെ കൂട്ട് കിടന്നിട്ട് ഒരു കളർ മാറ്റം ഉണ്ടാവും. എന്നല്ലാതെ ഈ ഒരു സെക്ഷൻ ഫുള്ള് ഫ്ലൈൻ ഡക്കിന് വേണ്ടി ഈ ഏരിയ ഫ്ലൈൻ ഡക്കിന്റെ അങ്ങനെ ആണ്ട് ഈ വെള്ളം കുളിക്കാനും ആ കൂടിന് അങ്ങനെ കൂടണം. കോഴികളിലേക്ക് പാസ് ചെയ്യാൻ പറ്റും. നമ്മൾ തുറന്നുകാണ്ട് നമുക്ക് മുട്ടെടുക്കാനൊക്കെ സൗകര്യം അവിടെ ഉണ്ട്. ശരി. അതിന്റെ തീറ്റയാണ് കൊടുത്തത് ഇവിടെ? അതിന്റെ തീറ്റ ഇവിടെ കൊടുക്കും. ഈ വൈകുന്നേരം വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് ഇവിടെ നല്ലോണം കഴുകി ടാങ്കും വൃത്തിയാക്കി ഇടും. ശരി ശരി. ഇപ്പൊ അതിനകത്ത് നമുക്ക് കയറാൻ പറ്റും. മൊത്തം കാഷ്ടല്ലേ? അപ്പൊ കലങ്ങിയ വെള്ളത്തിലൊന്നും ഓല ഇറങ്ങൂല. ശുദ്ധമായ വെള്ളം വൈകുന്നേരത്താണ് കഴുകി മോറിട്ടാല് രാവിലെ മോട്ടർ അടിച്ചിട്ട് നടക്കും. അന്നേരം ഫ്രഷ് വാട്ടർ മാത്രം ഇറങ്ങുന്നല്ലേ? അപ്പൊ ആ വെള്ളം കണ്ട് ചാടൽ തുടങ്ങിയ ഒരു കുടിക്കലും തുടങ്ങും, കുളിക്കലും ഒക്കെ തുടങ്ങും. ഇതിനകത്ത് ശരിക്കും ഒരു വരുമാനം എങ്ങനെ? ഇത് നമുക്ക് തോനെ വളർത്തുന്ന ഏരിയുള്ള ആളുകളാണെന്ന് നമുക്ക് നല്ല വരുമാനം നല്ല വരുമാനം കിട്ടും. എന്താന്ന് പറയാ, നമുക്ക് പിന്നെ ഇവരെ ഇവിടെ ഇപ്പൊ ഇത്രയും ഒരു സൗകര്യത്തിലല്ല ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. തോനെ ഏരിയുള്ള ആൾക്കാർ കളങ്ങുന്നുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് ഇവര് മുട്ടടാറാണിന് മുന്നേ ഇങ്ങനെ പാറാൻ തുടങ്ങും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാറിയ, അവരാ ജറക് പിടിച്ചിട്ട് ആ മൂന്ന് പിന്നെ ഇതുകൊണ്ട് വെട്ടിക്കൊടുക്കും. തൂവലാണ്ട് വെട്ടിക്കൊടുക്കും. അപ്പൊ പിന്നെ പാറൂല. അല്ലെങ്കിൽ നമ്മളെ വീടിന്റെ മേലൊക്കെ ആ 3 തൂവലാണ്ട് വെട്ടിക്കൊടുത്താ പിന്നെ ഓല് പാറൂല. അങ്ങനെ ചെയ്യല്. നമ്മുടെ സാധാരണ ഫുഡ് തന്നെ കൊടുക്കുന്നതല്ല? സാധാ ഫുഡ് തന്നെ. ഓക്കെ. അപ്പൊ ഇതിനകത്ത് നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു സാധനമാണ് ഫ്ലൈൻ ഡക്ക്. ഫ്ലൈൻ ഡക്ക് നല്ല ആവശ്യക്കാരുണ്ട്. ഇറച്ചി ഉപയോഗിക്കാറുണ്ട്? ഇറച്ചി നല്ല ടേസ്റ്റുള്ള ഇറച്ചിയാണ്. നമ്മളൊരു ആണിന്റെ ഫ്ലൈൻ ഡക്കിന് അറുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ ഒരു 3.5 കിലോ അത്രയും കിട്ടുന്നുണ്ടല്ലേ? നമുക്ക് കിട്ടും. ഇതിനകത്ത് പൂവനും പിഴ എങ്ങനെ അറിയാൻ പറ്റുന്നത്? പൂവനാണ് ഈ നിക്കണത്. ആ മുഖത്ത് നല്ല കുരുവായിട്ടതാ വാരാട്ടിക്കൊണ്ട് നിക്കണതൊന്ന്, അത് പൂവനാണ്. പിന്നെ ആ ഒറ്റക്കാലം വെക്കണ പൂവനാണ്. അതിൽ മുഖത്തെല്ലാം ഒത്തിരി ഇങ്ങനെ മണി പോലെ ഉള്ളതാണ്. ആ സാധനമാണ് പൂവനല്ലേ? ഇത് ഈ വെള്ള വൈറ്റ് പൂവനാണ്. പിന്നെ ഈ അതിന്റെ താഴെ തന്നെ അതാ കറുപ്പ് പെടയാണോ? കറുപ്പ് പെടയാണ്. ഈ നിക്കണത് 3 പൂവനാ. പിന്നെ ഒരു പൂവില്ലാത്ത, ഒരു പൂവൊന്നും ഇല്ലാത്ത ഒരു താറാവ് പോലാണ്ടൊക്കെ അത് ഫ്ലൈൻ ഡക്കൻ. അതിന് ഇത് വരെ അത് ആണാണ്. പക്ഷെ അതിന് പൂവൊന്നും വന്നിട്ടില്ല. അത് പെടയാണ്. പെട ആ ഏരിയയിൽ നിൽക്കണൊക്കെ ഏതാനും പെടയാണ്. ഈ ഏരിയയിൽ നിൽക്കണൊക്കെ പോവാൻ. പിന്നെ ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഉള്ളിൽ പോയി കിടക്കും. കുറെ ശല്യമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മള് എപ്പോഴാ വന്നിട്ട് രാത്രി ആയാലും നമ്മളെപ്പോഴാ വന്നിട്ട് ആണ്ട് കൂട്ടുക ആട്ടിന് അപ്പളെ കേറി പോവുള്ളൂ. അല്ലെങ്കിൽ അത് അരി ഇവിടെ നിന്ന് തിരിയും. ഇനിയിപ്പോ ഞാനാണ് ചെന്നിക്കാണ്ട് അങ്ങനെ പോയാൽ മതി. അപ്പോലെ പിന്നാലെ പോയിട്ട് കേറും. അല്ലെങ്കിൽ കേറൂല. അപ്പൊ അടുത്ത ദിവസം ഞാന് രാത്രി 8-9 മണി വന്നപ്പോ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോ ആ നിർത്തം നിൽക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ നമ്മളെ എന്റെ ശബ്ദം കേട്ടാ പോലെ ഞാനാണ്ട് ചെന്ന് കണ്ടാ പോലും വേറെ കേറി പോകും. അത് കോഴികളെ ഇറങ്ങലും കോഴികളൊക്കെ ആണെങ്കിൽ നമ്മള് നല്ല വിടുന്ന സമയത്ത് നമ്മളെ തലേക്ക് പാറി കേറിയിരിക്കും. അതൊക്കെ നമ്മളെന്തെങ്കിലും സ്നേഹിക്കണം അതേമാതിരി നമ്മളോട് ഇങ്ങോട്ട് സ്നേഹം.